സഹായിക്കുന്നൊരു ദൈവമുണ്ട്. തളർന്നു പോകരുത്, പ്രയാസപ്പെടരുത്. ദാവീദിനെ സഹായിച്ച ദൈവം ഇന്നും നമ്മളെ സഹായിക്കുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. 146 സങ്കീർത്തനമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 146 സങ്കീർത്തനം തുടക്കം തന്നെ നമുക്ക് ആര് രചിച്ചെന്നോ ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്നൊന്നും നമുക്ക് അറിയുവാൻ സാധിക്കുന്നില്ലെങ്കിലും ചിന്തകന്മാർ ഇങ്ങനെ പറയുന്നു, അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെയാണ്. കാരണം താൻ ജീവിച്ച് പോയിരുന്ന സാഹചര്യങ്ങൾ, താൻ അനുഭവിച്ച വിഷമങ്ങളിലൊക്കെ ആ നടുവിലും കർത്താവിൻ്റെ വൻകരം താൻ രുചിച്ചറിഞ്ഞത് കൊണ്ട് താൻ രചിച്ചൊരു സങ്കീർത്തനമാണെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, യഹോവയെ സ്തുതിക്കുവിൻ, എൻ്റെ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ളൊന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഭക്തനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, താൻ അനുഭവിച്ച കാലയളവിൽ തൻ്റെ വിഷമത്തിൻ്റെ ഒക്കെ നടുവിലും തന്നെ പോറ്റിപ്പുലർത്തിയ കർത്താവിനെ ഓർക്കുമ്പോൾ അവൻ പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും, ജീവനുള്ളതും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. കീർത്തനം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ ഒരു വ്യക്തി മാത്രമേ നമ്മുടെ ഭൂതലത്തിലുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന്, അല്ലെങ്കിൽ കർത്താവിനെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം എംഫസൈസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും വരുത്. താൻ ഇവിടെ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ താൻ മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ പ്രഭുക്കന്മാരെയൊക്കെ കണ്ടപ്പോൾ, പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടണമെന്നൊക്കെ ചിന്തിച്ച പല കാര്യങ്ങളും ആവശ്യ സമയത്ത് കിട്ടാതെ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ഇവരെ കൊണ്ടൊന്നും അധികം കാര്യങ്ങളൊന്നും തനിക്ക് ജീവിതത്തിലൊന്നും നടക്കത്തില്ല എന്ന് തനിക്ക് മനസ്സിലാകുവാനായിട്ടിടയായി തീർന്നു. താൻ ഇങ്ങനെ പറയുകയാണ്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് എന്ന് പറയുന്നു. തന്നിവിടെ പറയുകയാണ്, എന്തെങ്കിലും ആശ്രയിക്കുവാൻ ജീവിതത്തിൽ എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമാണ്. 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. പലപ്പോഴും മനുഷ്യപുത്രന്മാർ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും പല നിരൂപണങ്ങളാൽ, പല കാര്യങ്ങളാലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിലും ദാവീദ് പറയുക ഇവിടെ, അതൊക്കെ നശിച്ചു പോകുന്നൊരു സമയമുണ്ട്, നാം മണ്ണിലേക്ക് തിരിയുന്നൊരു സമയമുണ്ട്. അവിടെ വരെയുള്ള നമ്മുടെ പല നിരൂപണങ്ങളും എന്നുള്ളത്, നാം ചിന്തിച്ചു കൂട്ടുന്ന പലതും അവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ഭക്തനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ദാവീദ് ഇവിടെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, എനിക്ക് സഹായിക്കുവാൻ, എന്നെ സമൃദ്ധിയായി സഹായിക്കുവാൻ ഒരുത്തനുണ്ട്, അത് യഹോവയായ കർത്താവ് മാത്രമാണ്. 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്, സഹായിക്കുവാൻ ഒരുത്തനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണെന്നുള്ളത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പലരും പറഞ്ഞ്, അവരൊക്കെ പറയും നമ്മുടെ കൂടെ നിൽക്കാം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ദാവീദിൻ്റെ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, ദാവീദ് ഇങ്ങനെ പറയും, അവരൊക്കെ പലതും പറയും, പ്രമുഖന്മാരും മനുഷ്യപുത്രന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പറയും. പക്ഷേ അവരൊക്കെ കളഞ്ഞിട്ട് പോകുന്ന, അല്ലെങ്കിൽ
അവർക്ക് വരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അനവധിയുണ്ട്. അവിടെ കൊണ്ട് അവർ നിൽക്കും. പക്ഷേ അവർ കഴിയുമ്പോഴും അവർ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും മറ്റൊരു വ്യക്തി നമുക്ക് വേണ്ടി ഉയർന്ന് അവിടെ നിൽക്കുകയാണ്. അത് നമ്മുടെ ദൈവമായ കർത്താവാണ്. നമ്മളെ പോറ്റി പുലർത്തുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ഏത് വിഷമ സാഹചര്യങ്ങളിലും നമ്മളെ ഉത്തമമായി നമ്മളെ സ്നേഹിക്കുന്ന നമുക്കൊരു കർത്താവുണ്ടെന്ന് ഭക്തനായ ദാവീദോട് പറയുവാൻ സാധിക്കുന്നു. 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. താൻ അനാഥരെയും പരദേശികളെയും തൻ്റെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെയൊക്കെ താൻ സ്നേഹിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും ദുഷ്ടന്മാരെ അവൻ മറിച്ചു കളയുമെന്ന് ഭക്തനായ ദാവീദിലൂടെ കുറിക്കുന്നു. 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ എന്നേക്കും വാഴും സിയോനെ, നിൻ ദൈവം തലമുറയോളം തന്നെ യഹോവയെ സ്തുതിക്കുവിൻ. തുടക്കം മുതൽ അന്ത്യം വരെ യഹോവയെ സ്തുതിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ മനമേ യഹോവയെ സ്തുതിക്കുവിൻ. അവസാനം താൻ പറയുകയാണ്, യഹോവയെ സ്തുതിക്കുവിൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്തുതിയല്ലാതെ ജീവിതത്തിൽ നമുക്കൊന്നും പറയാനില്ല. സഹായിക്കുന്നൊരു ദൈവമുണ്ട്. തളർന്നു പോകരുത്, പ്രയാസപ്പെടരുത്. ദാവീദിനെ സഹായിച്ച ദൈവം എന്നും നമ്മളെ സഹായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി